കേരളത്തിൻ്റെ ഹമാസ് ആരാധകർക്ക് ഗംഭീരമായൊരു നല്ല വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ വിങ് നേതാക്കളോട് ഖത്തർ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു, അവിടെ നിൽക്കാൻ പറ്റില്ല, എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. അതേപോലെ തന്നെ ഖത്തറിനെ ഏറ്റവും വലിയ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാജ്യമായിട്ട് കരുതുന്നവർക്കും അവർക്കും കിട്ടിയിരിക്കുകയാണ് അതിമനോഹരമായ ഒരു വാർത്ത. ഖത്തറാണ് പറഞ്ഞിരിക്കുന്ന ഹമാസിനോട് നീ നിൻ്റെ ഇറങ്ങി ഇവിടുന്ന് പൊയ്ക്കോളാൻ. വളരെ സിമ്പിളാണ്. എന്താണിത് സംഭവിക്കാനുണ്ടായ കാരണം? ഖത്തർ ഗവൺമെൻറ് ആയിരുന്നു മീഡിയേറ്റ് ചെയ്തത് ഹമാസുമായിട്ട്. അതായത് ഖത്തർ അമേരിക്കയോട് വളരെയധികം പ്രാവശ്യം ഹമാസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, സീസ് ഫയർ, വെടിനിർത്തൽ, എങ്ങനെയാണ് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ വലിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നതൊക്കെ തന്നെ ഈ ഖത്തർ ഗവൺമെൻറ്റാണ്. അപ്പം ഈ പല ആവർത്തി നെഗോസിയേഷൻ ഉണ്ടായി, അതിനകത്ത് കാര്യമായിട്ട് പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ഖത്തർ പൂർണ്ണമായിട്ടും ഇടപെട്ട് പറയുന്നത് ഹമാസിൻ്റെ ഡിമാൻഡ് ഇതൊക്കെയാണ്: ഏകദേശം 1000-ൽ പരം പാലസ്തീനികളെ റിലീസ് ചെയ്യണം, സീസ് ഫയർ അതായത് വെടിനിർത്തൽ 6 ആഴ്ചത്തേക്ക് വേണം, റംസാൻ കാലത്ത് വെടിനിർത്തൽ വേണം, അതേപോലെ തന്നെ 2ഓളം ഇസ്രായേലിൻ്റെ ആർമി ബറ്റാലിയൻ സദേൺ ഗാസയിൽ നിന്നും മാറിക്കൊടുക്കണം, മരുന്നുകൾ, ആഹാരം തുടങ്ങിയവ ഇസ്രായേൽ തന്നെ തുറന്നു കൊടുക്കണം, പല ഗേറ്റുകൾ. ഇതെല്ലാം അമേരിക്കൻ പ്രഷർ കൊണ്ട് ഇസ്രായേൽ അത് ചെയ്തു. പക്ഷേ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് 2 ആഴ്ച സമയം വേണം സദേൺ ഗാസയിൽ, റഫായിലും ഖാൻ യൂനിസിലും അവർക്ക് ഈ പറയുന്ന ഹമാസിൻ്റെ തടങ്കിലിരിക്കുന്ന ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറ്റും, അതുമല്ല അവിടം ശരിയാക്കി എടുക്കാം. അപ്പോൾ അമേരിക്കൻ പ്രഷർ കൂടി. അതായത് ഖത്താർ ഗവൺമെൻറ് അമേരിക്കയോട് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ ഖത്താർ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്തു അമേരിക്കയ്ക്ക്. അതായത് പൂർണ്ണമായിട്ടും ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യും. ഈ ബേസിക്കലി ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷനാണ്. അവർക്കിതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഖത്താർ ഗവൺമെൻറ് കയറി ഇടപെട്ടിട്ട്, പക്ഷെ പിന്നീടുണ്ടായ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കൻ പ്രഷറിൽ ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്യും. അവിടുത്തെ പട്ടാളം മാറിക്കൊടുത്ത് 2 യൂണിറ്റോളം 1000-ഓളം പേരെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ അവർ സമ്മതിച്ചു. 6 ആഴ്ചത്തേക്ക് ഇന്ന ഭാഗത്ത് സീസ് ഫയർ, അതേപോലെ തന്നെ എയ്ഡ്, മരുന്നുകൾ, മറ്റുള്ള ആഹാര സാധനങ്ങൾ ഈ സദേൺ ഗാസയിലും മറ്റുള്ള ഭാഗത്തും അവർക്ക് തുറന്നു കൊടുത്തു. ഇതൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം ഹമാസ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടങ്ങ് പിന്മാറി. ഇതിൽ ലിറ്ററലി പെട്ടുപോയത് അമേരിക്കയാണ്. ഇത് ബേസിക്കലി ഇതിൻ്റെ ഇഷ്യൂ റേസ് ചെയ്തേക്കുന്നത് ഇസ്രായേലിൽ നിന്നല്ല. ഇഷ്യൂ റേസ് ചെയ്തേക്കുന്നത് അമേരിക്ക ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റ് മെമ്പറും റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് സെനറ്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. അവർ അമേരിക്കൻ ഗവൺമെൻറ്റിനോടും ബൈഡൻ ഗവൺമെൻറ്റിനോടും ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ഖത്താർ എന്ന് പറഞ്ഞ ഒരു ചെറിയ അറേബ്യൻ രാജ്യത്തെ നാറ്റോയുടെ പുറത്തുള്ള മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്നുള്ള പദവി എന്തിന് അമേരിക്ക കൊടുത്തിരിക്കുന്നു? അതേപോലെ അടുത്ത ചോദ്യം ചോദിച്ചു, എന്തിനാണ് അമേരിക്കൻ ബേസ് ഖത്താറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇതൊക്കെയാണ് ഞാൻ വളരെ കൃത്യമായിട്ട് വളരെയധികം പ്രാവശ്യം ഈ വീഡിയോയിൽ കൂടി അല്ലാതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഖത്തർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പാവയാണ്. കാരണം ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് സൈനികമായിട്ടൊന്നുമില്ല. അവർക്ക് അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, പണമുണ്ട്, പക്ഷെ അവിടെ നിലനിൽക്കുവാൻ സാധിക്കൂ. അതിനാണ് അമേരിക്കൻ ബേസ് അവിടെ കൊണ്ടുവച്ചിട്ട് അമേരിക്ക ഖത്തറിനോട് പറഞ്ഞതാണ്. അതാണ് ഏറ്റവും വലിയ സംഭവം. ഈ താലിബാൻ്റെ ആൾക്കാരെ അവിടെ താമസിക്കുക, മുസ്ലിം ബ്രദർഹുഡ്, ഹൂത്തികളെ താമസിപ്പിക്കുക, ഹിസ്ബുള്ളയെ താമസിപ്പിക്കുക, ഹമാസിനെ. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് അവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല ഒരു ടെററിസ്റ്റ് രാജ്യങ്ങളുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ല. അത് വലിയ കടുത്ത നിയമമാണ് അമേരിക്കയിൽ. അതേപോലെ ഇസ്രായേലിനും പറ്റില്ല. അതിന് ഖത്തറിനെ ഉപയോഗിക്കുന്നു. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്. ഖത്തർ ഇതങ്ങ് ഏറ്റെടുത്തു. പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, ഈ ഹമാസിന് ഫണ്ടിങ്.
ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് ഖത്തർ ഹമാസിന് ഫണ്ട് ചെയ്യുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്, അത് അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. അല്ലെ, അമേരിക്ക പറയാം ഈ ഫണ്ടിങ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ വെടിതീർന്നു പോവും. അത്രയേ ഉള്ളൂ ഖത്തർ എന്ന് പറയുന്നത്. കാരണം ഒരു ചെറിയ രാജ്യം, മിലിറ്ററി യാതൊരു കേപ്പബിലിറ്റി ഇല്ലാത്ത രാജ്യം, പണമുണ്ട്, മറ്റൊന്നും തന്നെ ഇല്ല. ഖത്തറിന് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈ നാറ്റോയുടെ പുറത്തുള്ള രാജ്യമായിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഖത്തർ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചത്. അതെങ്കിലും മനസ്സിലാക്കുക കേരളത്തിലെ സുഡാപ്പികളും ഈ വർഗീയവാദികളും ഹമാസിൻ്റെ ആരാധകരും ഖത്തർ ആരാധകരും. ഖത്തർ എന്ന് പറഞ്ഞാൽ വലിയ ശൂന്യമായ രാജ്യമാണ്. അപ്പോൾ ആ ഖത്തറാണ് ഗെയിം കളിക്കാൻ വന്ന് അവർ തന്നെ പെട്ടുപോയി. ഇനി അടുത്ത ഗെയിം കണ്ടോണം. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് മാറാൻ പോവുകയാണ്. അതായത് ഇനിയും ഈ സുന്നി വിഭാഗത്തിലുള്ളവരെ വെച്ചായിരിക്കുകയില്ല അമേരിക്കയുടെ ഗെയിം. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ബാക്ക് ഡോർ ടോക്സ്, അതായത് പുറം വാതിലുള്ള സംസാരവും ഡയലോഗ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അമേരിക്ക ഉപയോഗിക്കാൻ പോകുന്നത് ഇറാനെ ഉപയോഗിച്ചായിരിക്കും ഈ ഹമാസുമായിട്ടും പാലസ്തീനുമായിട്ട് നെഗോസിയേഷൻ നടത്തുന്നത്. ആ ഗെയിമിലോട്ടാണ് സംഭവങ്ങൾ മാറുന്നത്. കാരണം ഇറാന് താല്പര്യമൊന്നുമില്ല. കാരണം ഇറാൻ്റെ വല്ലാതെ പെട്ടുപോയി. അവരുടെ പ്രോക്സീസിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അവർക്ക് ഇസ്രായേലിനെ തൊടാൻ സാധിച്ചില്ല, അവർ തന്നെ നാണം കെട്ടുപോയി. അതായത് കംപ്ലീറ്റ് സറണ്ടേർഡായി. അതായത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ജിയോ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും ചേഞ്ചായി ഒക്ടോബർ 7 ശേഷം, ഹമാസ് അറ്റാക്കിന് ശേഷം. അതാണ് ഓരോന്നും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ ഉർദുഗാനെ കാണാൻ പോയേക്കുന്നു. അവർ ഒമാൻ ഗവൺമെൻറ്റിനോട് ചോദിച്ചിരിക്കുന്നു അവർക്കവിടെ സ്പേസ് വേണം താമസിക്കാൻ. അതേപോലെ പല അറേബ്യൻ രാജ്യങ്ങളോട് ഇപ്പം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സാധ്യത എനിക്ക് കാണുന്നത്, എനിക്ക് തോന്നുന്നില്ല ഒമാനും ടർക്കിയും അവർക്ക് സ്പേസ് കൊടുക്കുമെന്ന്. പക്ഷെ കൊടുക്കാൻ സാധ്യതയുള്ള രാജ്യം എന്ന് പറയുന്നത് യമനാണ്. ഇനി മനസ്സിലാക്കുക, ഈ പറയുന്ന ഹമാസിനകത്ത് അടിയായി. കാരണം അവരുടെ പൊളിറ്റിക്കൽ വിങ്ങും അവരുടെ മിലിറ്ററി വിങ്ങും തമ്മിൽ അടിയായി. ഇവർക്കൊന്നും പിടിയില്ല ഏത് രീതി മുന്നോട്ട് പോകണം. അത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഈ 40-ൽ പരം, അതായത് ഇത്രയും ഹോസ്റ്റേജസിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ലിസ്റ്റ് തരാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഇന്ന് വരെ ആ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഖത്തർ കാലെ പിടിച്ച് പറഞ്ഞാൽ ലിസ്റ്റ് തരാൻ. അതിൻ്റെ പേരിലാണ് ഖത്തർ തന്നെ തീരുമാനിക്കുന്നത് അവർ ചെയ്ത നെഗോസിയേഷൻ ഇവാലുവേറ്റ് ചെയ്യണം, അതായത് അസസ്മെൻറ്റ് ചെയ്യണം. ഇവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത്, ഇവിടെയാണ് ഖത്തർ പെട്ടുപോയത്. അതെങ്കിലും മനസ്സിലാവും. പിന്നെ കേരളത്തിലെ ഈ പറയുന്ന ഹമാസ് ആരാധകർക്കും ഈ ഖത്തർ ആരാധകർക്കും കിട്ടിയ അടിയുണ്ട്, തലയ്ക്കടിയ. നിങ്ങൾ ആരെ ഇനി ഐക്യദാർഢ്യം കാണിക്കാൻ പോകും? ഖത്തറിന് കൊടുക്കുമോ അതോ ഹമാസിന് കൊടുക്കുമോ? ആരാണ് ആരെ പുറത്താക്കിയത്? നിങ്ങൾ ഈ പറയുന്ന പാലസ്തീൻ ഇഷ്യൂന്ന് ആ പോക്ക് കണ്ടോ? ഖത്തർ രണ്ടും കൽപ്പിച്ചു, അവന് പറ്റത്തില്ല. അത് ഒഴിവായി കഴിയുമ്പോൾ ഹമാസിനോട് പോകാൻ പറഞ്ഞു. ഇനി നിങ്ങൾ കേരളത്തിലെ ഹമാസ് പിന്തുണയ്ക്കുന്നവർ ആരെ പിന്തുണയ്ക്കുക? ആർക്ക് ഐക്യദാർഢ്യം കൊടുക്കും? വളരെ മുമ്പേ ഞാൻ പറഞ്ഞത് ഖത്തർ എന്ന് പറയുന്നത് അമേരിക്കയുടെ പാവയാണ്. അത് വീണ്ടും തെളിയിച്ചു. അതാണ് ഇതിനകത്തുനിന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.